നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ക്ഷേത്ര ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പ്രദക്ഷിണം എന്നുള്ളത്. വളരെയധികം ഭക്തി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണ് പ്രദക്ഷിണം എന്നുള്ളത്. ഇന്ന് കാലത്ത് ഭക്തജനങ്ങൾ ചെയ്തു വരുന്ന പ്രദക്ഷിണ രീതി വിധിയാവണ്ണമാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. ധൃതിയിൽ നടക്കുക, പരസ്പരം സംസാരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക, വിപരീത ദിശയിൽ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങി പല അബദ്ധങ്ങളും ഭക്തജനങ്ങൾ ചെയ്തു വരുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം അബദ്ധങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഈശ്വരനെ കൈകൂപ്പി തൊഴുന്നതിനേക്കാൾ ഒരുപക്ഷെ ഫലം കൂടുതലായുള്ള പ്രദക്ഷിണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കുളി കഴിഞ്ഞ് ശുദ്ധനായ ഭക്തൻ വെളുത്ത് ശുഭമായ വസ്ത്രവും ഭസ്മചന്ദനാദികളും അണിഞ്ഞ് ദേവന്റെ നാമോച്ചാരണത്തോടുകൂടി ക്ഷേത്ര ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദേവന്റെ പാദമായ ഗോപുരത്തിനെ ആദ്യം വന്ദിച്ചതിന് ശേഷം വേണം ഉള്ളിലേക്ക് കടക്കുവാൻ. വലിയ ബലിക്കലിന് അടുത്ത് എത്തിയതിനു ശേഷം ദേവനെ പ്രാർത്ഥിച്ചു തൊഴുതുകൊണ്ട് ദേവനെ വലതുവശത്താക്കിക്കൊണ്ട് 4 അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടി പ്രദക്ഷിണം ചെയ്യേണ്ടതാണ്. ദേവന്റെ വലതുഭാഗത്തേക്ക് ആദ്യം പോകുന്ന തരത്തിലുള്ള ഒരു വർത്തുള ചലനമാണ് പ്രദക്ഷിണം എന്നുള്ളത്. ഒരു സ്ക്രൂ ആണി പലകയിലേക്ക് തുളച്ചിറക്കുവാൻ നമ്മൾ ചുറ്റുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അത് വലതുവശത്തിൽ കൂടിയാണല്ലോ. അതുപോലെ ഭക്തനും ദേവനും തമ്മിൽ കൂടുതൽ അടുപ്പം ഇപ്രകാരമുള്ള പ്രദക്ഷിണം വഴി സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഇതിന് വിപരീതമായി ഇടതുവശത്തിലൂടെ പ്രദക്ഷിണം ചെയ്യുന്നത് വെറുതെ കറങ്ങുന്നതിൻ്റെ ഫലം മാത്രമാണ് ലഭ്യമാക്കുക. അംശുമതി ആഗമത്തിൽ പ്രദക്ഷിണ പദത്തിൻ്റെ വ്യുൽപ്പത്തിയെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്ര എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തിന് സർവ ഭയനാശം എന്നാണ് അർത്ഥം വരുന്നത്. ദ എന്ന അക്ഷരത്തിന് മോക്ഷദായകമായിട്ടാണ് പറയുന്നത്. ക്ഷി എന്നുള്ള അക്ഷരം രോഗനാശകമാണ്. ണം എന്നുള്ളതായിരിക്കുന്ന അക്ഷരം ഐശ്വര്യപ്രദമാണ്. എല്ലാവിധത്തിലുമുള്ളതായിരിക്കുന്ന ഭയദുഃഖങ്ങളെയും രോഗവിഷമതകളെയും ഇല്ലാതെയാക്കി ഐശ്വര്യപ്രദമായ ജീവിതവും മോക്ഷപ്രാപ്തിയും ലഭ്യമാക്കുന്ന പ്രദക്ഷിണം ശരിയായ രീതിയിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പദാനുരംഗത്വ കരൗ ചലനവർജിത വാചാസ്തോത്രം ഹൃദിധ്യാനം ഏവം കുരിയാൽ പ്രദക്ഷിണം എന്നാണ്. അടിവെച്ച് കൈകൾ ചലിപ്പിക്കാതെ ഇരു കൈകളും ചേർത്ത് താമരമൊട്ട് പോലെ മാറോട് ചേർത്ത് വെച്ചാലും മതിയാകും. തൊഴുന്നത് പോലെ മനസ്സിൽ ദേവന്റെ നാമങ്ങളും സ്തോത്രങ്ങളുമെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് മറ്റ് യാതൊരുവിധ കാര്യത്തിലും ശ്രദ്ധിക്കാതെ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് സാവധാനം ചെയ്യേണ്ട ഒരു കർമ്മമാണ് പ്രദക്ഷിണം എന്നുള്ളത്. പ്രസവമെടുത്തൊരു സ്ത്രീ എണ്ണ നിറച്ചൊരു കുടം തലയിലേറ്റി സാവധാനം എപ്രകാരമാണോ നടക്കുക അപ്രകാരം വേണം പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം സാവധാനത്തിൽ ചെയ്യേണ്ട ക്രിയയാണ് ഇത് എന്നുള്ളത്. ദേവതകൾക്ക് എത്ര തവണ പ്രദക്ഷിണം ചെയ്യണം എന്നുള്ളതും ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട്. പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലും കണ്ടിട്ടുണ്ട്. എങ്കിലും ഏകം വിനായകേ കുരിയാൽ ദ്വേ സൂര്യേ ത്രീണി ശങ്കരി ചത്വാരി ദേവ്യ വിഷ്ണുച്ച സപ്താശ്വത്തെ പ്രദക്ഷിണം എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിന് കൂടുതൽ സ്വീകാര്യത കാണുന്നുണ്ട്. ഗണപതിക്ക് 1 പ്രദക്ഷിണം, സൂര്യന് അഥവാ ആദിത്യന് 2 പ്രദക്ഷിണം, ശിവന് 3 പ്രദക്ഷിണം, മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവി, സരസ്വതി, ദുർഗ, ഭദ്രകാളി തുടങ്ങിയ ദേവിമാർക്കും 4 പ്രദക്ഷിണം, അരയാലിന് 7 പ്രദക്ഷിണം. സ്വയംഭൂ ആഗമത്തിൽ 21 പ്രദക്ഷിണം ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട്. വേറൊരു പ്രമാണപ്രകാരം ഗണപതിക്ക് 1, സൂര്യനും ഭദ്രകാളിക്കും 2, ശിവന് 3, വിഷ്ണുവിന് 4, ശാസ്താവിന് 5, സുബ്രഹ്മണ്യന് 6, ദുർഗയ്ക്കും ആൽമരത്തിനും 7 എന്നുള്ളതായിരിക്കുന്ന ക്രമത്തിലും പ്രദക്ഷിണ സംഖ്യയെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഏത് സ്വീകരിച്ചാലും ശരി, അത് ഭക്തിയോടുകൂടി ചെയ്യുന്നു എന്നതിലാണ് പ്രാധാന്യമുള്ളത്. നമ്മൾ ജന്മാന്തരങ്ങളായി ചെയ്തു വന്നിട്ടുള്ള പാപങ്ങൾ പ്രദക്ഷിണത്തിൻ്റെ ഓരോ കാലടി വയ്ക്കുമ്പോഴും നശിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിശ്രദ്ധ അവശ്യം വേണ്ടതാണ്. കൂടാതെ ഓരോ സമയങ്ങളിൽ ചെയ്യുമ്പോഴും ഫലങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്നും കാണുന്നുണ്ട്. പൂർവാന്നി വ്യാധിനാശസ്യാൽ മധ്യാന്നി വാഞ്ചിതാർത്ഥം സായാന്നി സർവപാപഗ്നം അർദ്ധയാമി വിമുക്തിദം എന്നാണ്. പ്രഭാത സമയത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണത്താൽ രോഗശമനം ഉണ്ടാകുന്നു.
മധ്യാഹ്ന സമയത്തിലാണെങ്കിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സാധിക്കും. വൈകുന്നേര സമയത്തിലാണെങ്കിൽ പാപനാശമാണ് ഫലം. അർദ്ധരാത്രിയിൽ ചെയ്യുന്ന പ്രദക്ഷിണത്തിന് മോക്ഷം തന്നെയാണ് ഫലം സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലം നമ്മളെ ബാധിക്കാതിരിക്കുവാൻ ഈ ജന്മത്തിൽ എത്രത്തോളം പ്രദക്ഷിണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പ്രദക്ഷിണം ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഋഷിവചനം. പ്രദക്ഷിണ സമയത്തിൽ ദേവൻ നമ്മുടെ വലതുവശത്തായിരിക്കും. പ്രദക്ഷിണത്തിൻ്റെ ഓരോ ചുറ്റിലും ഒരു സ്ക്രൂ ആണിയിലൂടെ എന്ന പോലെ നാം ദേവത്വത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണത്തിന് ശേഷമാണ് ദേവനെ ദർശിച്ച് തൊഴേണ്ടത്. പ്രദക്ഷിണം, ദർശനം, വന്ദനം, നമസ്കാരം എന്നിവ കഴിഞ്ഞിട്ട് വേണം തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുവാൻ. പ്രദക്ഷിണവിധിയിൽ ശിവക്ഷേത്ര പ്രദക്ഷിണത്തിന് മാത്രം അല്പം വ്യത്യാസമുണ്ട്. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്തിൽ നമ്മൾ ഓവ് വരെ പ്രദക്ഷിണമായി പോയി തൊഴുതതിന് ശേഷം അവിടെ നിന്ന് താഴികക്കുടം നോക്കി വന്നിച്ചതിന് ശേഷം തിരികെ അപ്രദക്ഷിണമായി ഓവിന് സമീപം എത്തി മടങ്ങി ക്ഷേത്രനടയിൽ എത്തുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയായി എന്ന് പറയുക. താന്ത്രികവും യോഗശാസ്ത്രപരവുമായ ചില കാരണങ്ങളാണ് ഈ വ്യത്യസ്തതയ്ക്ക് പിന്നിലുള്ളത്. തന്ത്രശാസ്ത്രത്തിൽ എല്ലാ ദേവതമാർക്കും മുകളിലായി വർത്തിക്കുന്നത് ശിവനാണ്. ശരീരത്തിലെ ഷഡാധാരങ്ങളിൽ ഏറ്റവും മുകളിലുള്ള സഹസ്രാര പത്മത്തിലെ ബ്രഹ്മരന്ധ്ര സ്ഥാനമാണ് ശിവനെ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുമ്പോൾ സഹസ്രാര പത്മത്തിൽ നിന്നും യോഗാനുഭൂതിയാകുന്ന അമൃതധാര അഭിഷേക ജലത്തിനോടൊപ്പം കലർന്ന് വടക്ക് ഭാഗത്തുള്ള സോമരന്ധ്രം എന്നു പേരുള്ള ഓവിലൂടെ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ശിവാഗമത്തിൽ സോമസൂത്രം നലങ്കയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. താന്ത്രിക വിധി പ്രകാരം ആദ്യത്തെ പ്രദക്ഷിണം മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയാം. മടങ്ങിപ്പോരുമ്പോൾ വീണ്ടും സഹസ്രാര പത്മത്തെ സമീപിക്കുവാനുള്ള പരിശ്രമം നടത്തുന്നു. അങ്ങനെ വരുന്ന സമയത്തിൽ ശിവക്ഷേത്രത്തിലെ ഒരു പ്രദക്ഷിണം ഒരു പ്രാണായാമത്തിന് തുല്യമാണ് എന്ന് വരുന്നു. ഓരോ പ്രാണായാമത്തിലും നാം കുണ്ടലിനിയെ ഉണർത്തി സഹസ്രാര പത്മത്തിലെത്തിക്കുവാൻ ബന്ധപ്പെടുന്നതിൻ്റെ ഫലം തന്നെയാണ് ശിവക്ഷേത്ര പ്രദക്ഷിണത്തിലൂടെ സാധ്യമാകുന്നത്. ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ബലം 4 അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടി പ്രദക്ഷിണം ചെയ്താൽ ലഭിക്കുന്നതാണ്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുകൂടി പ്രദക്ഷിണം ചെയ്താൽ 4 ഇരട്ടിയും, മൈതാനത്തെ പ്രദക്ഷിണം വെച്ചാൽ 5 ഇരട്ടിയും, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ചാൽ 100 ഇരട്ടിയും ഫലം ലഭിക്കുമെന്ന് കാണുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ ഇടവിടാതെ നടത്തുന്ന പ്രദക്ഷിണത്താൽ സകലവിധ ആഗ്രഹങ്ങളും സാധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശിരസ് ശ്രീകോവിലിനടുത്തേക്കും കാലുകൾ ദൂരേക്കും വെച്ചുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രദക്ഷിണമാണ് ശയന പ്രദക്ഷിണം എന്നുള്ളത്. കൂടുതൽ കഠിനമായ ദോഷങ്ങൾ പരിഹരിക്കുവാനായി ഭക്തർ ശയന പ്രദക്ഷിണവും ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെ ചെയ്താലും ശരി, ഭക്തിക്കാണ് ഇവിടെ പ്രാധാന്യം. അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ വെറും അംഗചലനമായി മാത്രം മാറാമെന്നതിനാൽ ഭക്തിയോടുകൂടി പ്രദക്ഷിണം നടത്തുക, ഫലം നിശ്ചയമായും ലഭിച്ചുകൊള്ളും. നന്ദി, നമസ്കാരം.